പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് അൽ ആരിഫ് ഹോസ്പിറ്റലിലാണ്. അപ്പം എൻ്റെ സ്ഥലത്ത് നിന്ന് ഇവിടെ വരുമ്പോൾ അതിനിടയ്ക്ക് നല്ല ഓർത്തോ ഹോസ്പിറ്റലൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് അൽ ആരിഫ് കുറച്ചൊരു പ്രത്യേകത തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് അമ്പലത്തറയുള്ള അൽ ആരിഫിലേക്ക് വന്നത്. അമ്പലത്തറ മെൽമയ്ക്ക് സമീപമുള്ള ഒരു ഹോസ്പിറ്റലാണ് അൽ ആരിഫ് ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം പലർക്കും ഒരു സംശയം തോന്നും, നമ്മുടെ വരുന്ന വഴിക്ക് മറ്റ് ഓർത്തോ ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടല്ലോ, എങ്കിലും എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു? കാരണമുണ്ട്. എനിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി. ആ സമയത്ത് എന്നെ ആംബുലൻസ് ഡ്രൈവർ കൊണ്ടുവന്നത് നമ്മൾ ഈ കാണുന്ന അൽ ആരിഫ് ഹോസ്പിറ്റലിലേക്കാണ്. എനിക്ക് അവിടെ നിന്ന് വളരെയധികം കെയർ കിട്ടി. എനിക്ക് അവിടുത്തെ ഹോസ്പിറ്റലിലെ ഓരോ വ്യക്തികളുടെയും ഞങ്ങളോടുള്ള സമീപനം വളരെ ഇഷ്ടപ്പെട്ടു. മാത്രമല്ല, എനിക്ക് ശരിയായ രീതിയിലുള്ള ചികിത്സയും ലഭിച്ചു. അന്താരാഷ്ട്ര അംഗീകാരമുള്ള കൺസൾട്ടൻറ്റും ഓർത്തോപീഡിക് സർജനും സ്പോർട്സ് മെഡിസിൻ സ്പെഷ്യലിസ്റ്റുമായ ഷമ്മാസ് ഡോക്ടർ ഓർത്തോ വിഭാഗം തലവനായി പ്രവർത്തിച്ചു വരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇവിടെ വരുന്ന ഓരോ രോഗികൾക്കും വ്യക്തമായി അവരുടെ രോഗവിവരം വിവരിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഓരോരുത്തർക്കും അതിൻ്റേതായ അവയർനെസ് ലഭിക്കുന്നു. മുന്നിലെത്തുന്ന ഓരോരുത്തരെയും വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും തക്കതായ പോസിറ്റീവ് എനർജി നൽകുകയും ചെയ്യുന്നത് രോഗശമനത്തിന് സഹായമാകുന്നു. സർജറിയെ സംബന്ധിച്ചും സ്കാനിങ്ങിനെ സംബന്ധിച്ചും കുറച്ച് ഇളവുള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ആ കാര്യം എൻ്റെ കൂട്ടുകാരെയും കൂടി അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സ്കാനിങ് മെഷീൻ പ്രവർത്തിക്കുന്ന സമയത്തൊരു മാഗ്നറ്റിക് വേവ് ഉണ്ടാകും. അത് നമ്മുടെ കയ്യിൽ ഏതെങ്കിലും തരത്തിലുള്ള മാഗ്നറ്റുകൾ ഉണ്ടായിരുന്നാൽ അത് വലിച്ചെടുക്കും. ഉദാഹരണമായി, ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ മൈക്കിലുണ്ടായിരുന്ന ഒരു മാഗ്നറ്റിനെ കാന്തം വലിച്ചെടുത്തു. എൻ്റെ പേര് നാസർ. ഞാൻ ഇവിടുത്തെ റേഡിയോളജിയുടെ ഇൻചാർജാണ് ഈ അൽ ആരിഫ് ഹോസ്പിറ്റലിലെ. നമുക്ക് ഇത് MRI മെഷീനാണ്. 1.5 ടെസ്ലയുടെ തോഷിബയുടെ മെഷീനാണ്. വളരെ നല്ല ക്ലാരിറ്റി ഉള്ള ഇമേജ് എല്ലാം നമുക്ക് വളരെ നല്ല ക്ലാരിറ്റിയോടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ട് നമുക്ക് ഒത്തിരി പേഷ്യൻസും ഇങ്ങോട്ട് വരുന്നുണ്ട്. കാരണം നല്ല ഇമേജും റേറ്റ് ബേസ് വളരെ കുറവാണ് നമ്മൾ റേറ്റ് വാങ്ങുന്നത്, MRIയുടെ റേറ്റ് വാങ്ങുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഒത്തിരി പേഷ്യൻസും കിട്ടുന്നുണ്ട്. നമുക്കൊരു പേഷ്യൻ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ബ്രെയിനാണ് ചെയ്യാൻ പോകുന്നത്. ബ്രെയിനിൻ്റെ MRI ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിലേക്ക് പോവാം. കിടക്കണം കേട്ടോ, ഇങ്ങോട്ട്. ഓ വേണ്ട, കുഴപ്പമില്ല, കിടന്നോ. സ്ട്രൈറ്റ് ആണ്. പിന്നെ പൊസിഷൻ ചെയ്യാൻ പോവുകയാണ്. ബ്രെയിനാണ്. അപ്പം ബ്രെയിൻ കോയിലിനകത്തോട്ട് പേഷ്യൻ്റ് വെക്കണം. ബ്രെയിൻ കോയിൽ വെച്ച് നമ്മൾ അടയ്ക്കും. കുറച്ച് തലയെല്ലാം നേരെ വെച്ചോളണം കേട്ടോ. കുറച്ചും കൂടെ നേരെ വെച്ചോളണം തല. ഇങ്ങനെ ഇരിക്കണം. നമ്മൾ പേഷ്യൻസിന് നമുക്ക് ബ്രെയിൻ തല സെറ്റ് ചെയ്യണം. ബ്രെയിൻ ചെയ്യാൻ വേണ്ടി അനങ്ങാതെ കിടക്കണം കേട്ടോ. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാൻ നമുക്കൊരു ബസ്സർ കയ്യിൽ തരുന്നുണ്ട്. അത് നമ്മൾ പ്രസ് ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങ് വരും. കനങ്ങാതെ കിടക്കണം. നമ്മളിത് കോയിൽ വെച്ച് അടച്ചതിന് ശേഷം നമ്മൾ പേഷ്യൻറ്റിന് പോസ്റ്റ് സെൻറ്റർ ചെയ്യണം. കണ്ണടച്ച് കിടന്നോളണേ. നമ്മളിനി പേഷ്യൻറ്റിനെ പൊസിഷൻ ചെയ്ത് നമുക്ക് അങ്ങനെ ആയിരുന്നോട്ടെ, അകത്തോട്ട് വിടുകയാണ്. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ പ്രൊസീജിയർ. ഇത് നമ്മുടെ MRI കൺസോളാണ്. നമുക്ക് ഇവിടെ നിന്നാണ് നമ്മൾ പേഷ്യൻസിന് MRI ചെയ്യുന്നത്.